أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولله ملك السماوات والأرض والله على كل شيء قدير. في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب. ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا. محمد وعلى آل سيدنا ومولانا محمد. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم بارك لنا في رجب وشعبان وبلغنا رمضان وفقنا فيه للصيام والقيام وتلاوة القرآن. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. رسول رحمة للعالمين وعلى آله وصحبه أجمعين. أما بعد. ഈ വേദിയെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന അഭിവന്യരായ സയ്യിദുമാർ, അഭിവന്യരായ ഉസ്താദുമാർ, കാരണവന്മാർ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാർ, റഹ്മാനായ റബ്ബ് നമ്മളുടെ ഈ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ ഒരു അമലിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന ആമുഖ പ്രാർത്ഥനയോടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കവേ നമ്മെ ഓർമ്മപ്പെടുത്തിയ ഒരു ആയത്ത് വീണ്ടും ഇവിടെ ഈ സദസ്സിന് മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുകയാണ്. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ. വഅതസിമു ബിഹബ്ലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കണേ. വലാ തഫറഖൂ, നിങ്ങൾ ഭിന്നിച്ചു പോകരുതേ. വേദിയിലിരിക്കുന്ന ആദരണീയനായ മഹല്ല് ഖത്തീബ് മൊയ്തീൻകുട്ടി ദാരിമി ഉസ്താദ്, മറ്റു ഉസ്താദന്മാർ, മഹല്ല് പ്രസിഡന്റ്, മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ, വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായ വിശിഷ്ടാതിഥികൾ, കാരണവന്മാർ, സഹോദരി സഹോദരന്മാർ ഉൾപ്പെടെ മുഴുവൻ ആളുകളെയും ആദരപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഏതാനും വാക്കുകളിലൂടെ എൻ്റെ ഈ കർത്തവ്യം നിർവഹിക്കുകയാണ്. ഇന്നും നാളെയുമായി നടക്കാൻ പോകുന്ന ഈ സംഗമത്തിന് തുടക്കം റാഹത്തായ രീതിയിൽ അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിലാക്കി തീർക്കട്ടെ. അള്ളാഹുവെ, ഈ മജ്‌ലിസിനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരയണമേ. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഷഫാഅത്ത് നമ്മളിൽ എല്ലാവർക്കും നൽകി അള്ളാഹുവെ നീ അനുഗ്രഹിക്കണമേ. തങ്ങളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ അധ്യക്ഷ പ്രസംഗം ഉപസംഹരിക്കുകയാണ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഏറ്റവും സ്നേഹം നിറഞ്ഞ മഹല്ല് ഖത്തീബ് മൊയ്തീൻകുട്ടി ദാരിമി അവർകൾ, മറ്റു ക്ഷണം സ്വീകരിച്ചുകൂടെ എത്തിയ ഉസ്താദുമാർ, മഹല്ലിലെ കാരണവന്മാർ, സ്ത്രീ കൂട്ടായ്മ, യുവ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ ഈ കാഴ്ചപ്പാട് ഇന്നല്ലാഹു മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. സ്വലാത്ത് ചൊല്ലുന്നത് ഭൂമിയിലെ മനുഷ്യർ മാത്രം ചൊല്ലുന്ന ഒരു ഇബാദത്ത് അല്ല. അതിനുശേഷമാണ് അല്ലാഹു നമ്മോട് ചോദിക്കുന്നത് അല്ലെങ്കിൽ കൽപ്പിക്കുന്നത്, വിശ്വസിച്ചവരെ നിങ്ങളും അവന്റെ മേൽ സ്വലാത്ത് ചൊല്ലുക.
സ്വലാമും ചൊല്ലുക. അതായത് സ്വലാത്ത് എന്നത് ഒരു ആചാരമല്ല, അത് നിത്യജീവിതത്തിൽ പതിവാക്കേണ്ട ഒരു വിശ്വാസിയുടെ കടമയുമാണ്. അള്ളാഹു മറ്റൊരു സ്വലാത്ത് പറയുന്നു, അള്ളാഹുവിന്റെ സ്മരണയിലൂടെയാണ് ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഹൃദയങ്ങൾ അസ്വസ്ഥമാണ്, മനസ്സുകൾ ഭാരപ്പെട്ടതുമാണ്. എന്നാൽ ഇത്തരത്തിലുള്ള വേദികളിൽ സ്വലാത്ത് മജ്ലിസ്, മജ്ലിസ് നൂർ എന്ന ഈ മജ്ലിസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് മനസ്സിനുള്ള ഒരു ധൈര്യവും അള്ളാഹുവിന്റെ ഓർമ്മയിലേക്ക് അല്ലെങ്കിൽ റസൂലിലേക്ക് എത്തുന്ന ആത്മാവിനെ പൂർണ്ണ അർത്ഥത്തിൽ എത്തിക്കുവാനുള്ള ഒരു അവസരമാണ്. لا حول ولا قوة إلا بالله العلي العظيم حسبنا الله ونعم الوكيل نعم المولى ونعم النصير أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاذكروني أذكركم إلى آخر الآية صدق الله مولانا العلي العظيم ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ, ഈ മഹലിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ, ഈ മഹലിന്റെ ഖത്തീബ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബഹുമാനപ്പെട്ട മൊയ്തീൻകുട്ടി ദാരിമി അവറുകളെ, എൻ്റെ മുൻകാല സഹപ്രവർത്തകനായ ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ഉസ്താദ് അവറുകളെ, സ്റ്റേജിൽ മറ്റുള്ള സയ്യിദന്മാരെ, ഉസ്താദുമാരെ, സദസ്സിൽ ഒരുമിച്ച് കൂടിയതായ എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അള്ളാഹു ഈ പുണ്യമായ ദിവസത്തിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നമ്മളെയും നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബായ തങ്ങളോടുകൂടി ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറ്റവും സ്നേഹാദരവുകളുള്ള ഈ സംഗമത്തിൻ്റെ അധ്യക്ഷൻ സയ്യിദ് ശിഹാബുദ്ദീൻ തങ്ങളവറുകൾ, ഈ മഹലിൻ്റെ പ്രസിഡന്റ് സയ്യിദ് ഫസൽ റഹ്മാൻ തങ്ങളവറുകൾ, ഈ മഹലിൻ്റെ ആത്മീയ പുരോഗതിക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദ് ദാരിമി അവറുകൾ, അസീസ് മുസ്ലിയാർ അടങ്ങിയിട്ടുള്ള നേതാക്കൾ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം കബൂൽ ചെയ്യുമാറാവട്ടെ. മഹത്തായ വേദിയെ ധന്യമാക്കിയ ബഹുമാനന സയ്യിദ് ശിഹാബുദ്ദീൻ തങ്ങളവറുകൾ, നമ്മുടെ മഹലിൻ്റെയും മദ്രസയുടെയും ബഹുമാന്യരായ പ്രസിഡന്റ് സയ്യിദ് ഫസൽ തങ്ങൾ തുടങ്ങിയ സാദാത്യങ്ങളെ, നമ്മുടെ മഹലിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യരായ ഉസ്താദ് മൊയ്തീൻകുട്ടി ദാരിമി അവർകൾ, നമ്മുടെ മഹലിൻ്റെ കരുത്തനായ സെക്രട്ടറി പത്തത്ത് യൂസഫ് സാഹിബ് അംസഹാജി, റജബ് എന്ന കവാടം കടന്നു. ഇനി ആ റജബിൻ വ ശഅബാൻ, ശഅബാനിന്റെ പകുതിയിലേക്ക് എത്താൻ നിൽക്കുകയാണ്. കൊടുക്കാൻ അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ട അമലേതാണെന്നറിയോ? ബിസബബി ദിർഹമിൻ, ഒരൊറ്റ ദിർഹം, ഒരു ഉറുപ്യ. ആ ഉറുപ്യ എന്താ ചെയ്തു? തസദ്ദഖതു ബിഹി. അറിയണ്ട, എല്ലാം റബ്ബിന്റെ അടുക്കൽ അത് കൃത്യമായി രേഖപ്പെടുത്തി കിടക്കുന്നുണ്ട്. അല്ലാഹുവേ, എല്ലാം കബൂലാക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് സ്വന്തമായി ഒരു വീട് വെക്കാനുള്ള തൗഫീഖ് നൽകല്ലാ. മരിച്ചു കഴിഞ്ഞാൽ ഒരു വാടകപ്പെരിന്ന് ഇറങ്ങേണ്ട ഒരവസ്ഥ വരുത്തല്ലേ അല്ലാ. സ്വന്തം മക്കളെ കെട്ടിച്ചയക്കുമ്പോ ഒരു കോട്ടേഴ്സിൽ നിന്ന് പുതുമണവാട്ടിയായി ഇറങ്ങി പോകേണ്ട ഒരവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, അവർക്ക് അതിന്
അതിനാവശ്യമായ സമ്പാദ്യം നിന്റെ ഖജനാവ് എത്ര വിശാലമാണ്. കൊടുക്കല്ലാ, കണക്കല്ലാതെ സമ്പത്തുള്ളവനല്ലേ നീ. അവരൊന്നും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അവർക്ക് കൊടുക്കണേ അല്ലാ. രോഗികളായി കിടക്കുന്നവരുണ്ട് റബ്ബേ, ആശ്വാസം നൽകണേ അല്ലാ. ബറക്കത്തിന്റെ സദസ്സാണല്ലോ, സലാത്തിന്റെ സദസ്സാണല്ലോ. പടച്ചവനെ, ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് രോഗികളുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. ഞാൻ പറഞ്ഞില്ലേ, അവിടെ പോയാൽ പിന്നെ കിട്ടുന്നത് 3 എണ്ണമാണ്. ഒന്ന് സദഖത്തുൻ ജാരിയ, രണ്ടാമത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് വലദുൻ സാലിഹു യദഉ ലഹു. നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ മനസ്സ് കാണിക്കുന്ന മക്കളുണ്ടോ? പേടിക്കണ്ട, ധൈര്യമായിട്ട് കിടന്നോ. ആ മക്കൾക്ക് പ്രയാസമില്ലാതെ, ആ മക്കൾക്ക് പൊന്തക്കാട്ടിലൂടെ നടന്ന് ബുദ്ധിമുട്ടില്ലാതെ, ആ മക്കൾക്ക് നിർഭയത്വത്തോടു കൂടെ ഖബർസ്ഥാനിലേക്ക് വരാൻ നമ്മുടെ നാട്ടുകാര്, നമ്മുടെ കമ്മിറ്റി അതാ അവസരം ഒരുക്കിയിരിക്കുകയാണ്. ലേറ്റിട്ട് കഴിഞ്ഞാൽ അങ്ങേ അറ്റത്തുള്ള ഖബറിങ്ങ് പോയിട്ടും അസ്സലാമു അലൈക യാ ബി, അസ്സലാമു അലൈക യാ ഉമ്മി എന്ന് പൊന്നു മക്കൾക്ക് ഏത് സമയത്തും സലാം പറയാനും ദുആ ചെയ്യാനുമുള്ള അവസരമാണ് ഉണ്ടായിട്ടുള്ളത്. വേണ്ടത് എന്തെന്നറിയോ? മക്കൾ അതിന് പ്രാപ്തരാക്കലാണ്. കൂടെ നടന്നത്, അവരെ കൂടെ കിടന്നത്, അവര് വാരി തന്നത്, അവര് കുളിപ്പിച്ചത്, അവര് കൊണ്ടുപോയത്, അവര് താരാട്ട് പാടിയത്, കടം വാങ്ങിയിട്ടെങ്കിലും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിയത്, വയറ് മുറുക്കി കൊടുത്തിട്ടെങ്കിലും നമ്മളെ വയറ് നിറച്ചത്. ആകെ ഒരു സാധനേ ഉള്ളൂവെങ്കിൽ അതിന്റെ കുട്ടിക്കാണ്, എനിക്ക് വേണ്ട. ഓം ബാക്കി വെച്ച് പോകുന്നതേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. അങ്ങനെ നോക്കിയവര് ആരും വരാത്തതിന്റെ പേരിൽ സങ്കടത്തോടെ കഴിയുന്ന ഒരു കബറാടി പോലും ഇവിടെ ഉണ്ടാകാൻ പാടില്ല പ്രിയപ്പെട്ടവരെ. കാരണം അത് അവർക്ക് വേണ്ടിയല്ല പറയുന്നത്, ഇരിക്കുന്ന നമുക്ക് വേണ്ടിയാണ്. നമ്മൾ അവിടെ ചെല്ലുമ്പോഴാ നമ്മൾ അടുക്കൽ വരാൻ ആളുണ്ടാകുന്നത്. അല്ലാഹുവേ, തൗഫീഖ് ചെയ്യണേ അല്ലാ. അതിന് പ്രാപ്തരായ മക്കളെ നമ്മൾ ഉണ്ടാക്കണേ, അതിന് പ്രാപ്തമായ ഇൽമു നമ്മൾ പഠിപ്പിക്കണേ. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു ഹദീസും കൂടി ഞാൻ കേൾപ്പിക്കുകയാ. ഞാൻ ഈ ഖബറിലേക്ക് വന്നിട്ട് ഒരു വഖത്ത് നിസ്കരിച്ചിട്ടില്ല. ഞാൻ ഈ ഖബറിൽ വന്ന് കടന്നിട്ട് ഒരു കഷ്ണം ഖുർആൻ ഓതിയിട്ടില്ല. ഒരു നയാ പൈസ ഞാൻ സദഖ കൊടുത്തിട്ടില്ല. ഒരു വിശക്കുന്നവന് ഞാൻ ഭക്ഷണം കൊടുത്തിട്ടില്ല, ഭക്ഷണം വിളമ്പി കൊടുത്തിട്ടില്ല. പിന്നെങ്ങനെ എന്റെ ഗ്രാഫ്, എങ്ങനെ എന്റെ പദവി, എന്റെ സൗകര്യങ്ങള്, എന്റെ ദറജ സ്വർഗത്തിൽ ഇങ്ങനെ ഉയരുന്നത് എന്ന് ആ ഖബറാളി അല്ലാഹുവിനോട് ചോദിക്കുമെന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ഫയഖൂൽ, അപ്പൊ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് മറുപടി വരികയാണ്, ബിസ്തിഗ്ഫാരി വലദിക ലക. നിന്റെ മോൻ അവിടുന്ന് തേടുന്നുണ്ട് കേട്ടോ, നിന്റെ മോൾ അവിടുന്ന് തേടുന്നുണ്ട്. നന്നായിട്ട് 10 വരെ ഉണ്ടെങ്കിൽ 10 വരെ പഠിപ്പിച്ചിട്ടെങ്കിലും വിട്ടപ്പോ ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിൽ സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ച ദീൻ പഠിപ്പിച്ചപ്പോ മറക്കൂലട്ടോ. അപ്പൊ അവരവരെ വീട്ടിലിരുന്ന് ഫാത്തിഹ ഓതിയത് ദിവസം തോറും ചെല്ലാം. ഒരാണ്ട് വരുമ്പോ 4 ആളെങ്കിലും വിളിച്ച് ഭക്ഷണം കൊടുത്തിട്ട് ഒരു മൗലിദ് സദസ് ഉണ്ടാക്കി. ഒരു വയലിന്റെ മജ്ലിസ് വരുമ്പോ ഒരു കവറിലിട്ടിട്ട് ഇതാ ഒരു 100 റുപ്യ അവിടെ കിടക്കണ എന്റെ ഉമ്മാക്ക് വേണ്ടി, എന്റെ ഉപ്പാക്ക് വേണ്ടി എന്നിട്ട് എന്റെ മക്കൾ അത് ഒഴിവാക്കിയിട്ടില്ല. ഒരു സദസ് ഉണ്ടെങ്കിൽ കൊടുക്കും. ഒരു പാവപ്പെട്ട ഒരു യത്തീംഖാനിന്ന് ആള് വന്നാലും എന്റെ അമ്മക്ക് വേണ്ടിയിട്ട് ദ്വേരക്കാനാണ് കേട്ടോ, യത്തീം കുട്ടികളെ കൊണ്ട് തരാം. ഇങ്ങനെ ദീന് കാരണം നിങ്ങൾ നിസ്കരിക്കണ്ട, നീ നിങ്ങൾ നോമ്പോലിക്കണ്ട, നിങ്ങൾ ഖുർആൻ ഓതണ്ട, നിങ്ങളെ ദറജ അല്ലാഹു സ്വർഗത്തിൽ ഇങ്ങനെ ഉയർത്താണ്. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവര് മനസ്സിലാക്കേണ്ടത്, ഒന്ന്, നമുക്ക് മതബോധമുള്ള ഒരു തലമുറയെ ഇവിടെ ഉണ്ടാക്കുക, നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യുക. സദഖത്തുൻ ജാരിയ ഔ വലദുൻ സ്വാലിഹുൻ യദഉ ലഹു. മരണപ്പെട്ടവർക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി, ഉപ്പാക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറ്റുന്ന സ്വാലിഹീങ്ങളായ മക്കൾ മരിച്ചാലും മുറിയാത്ത നന്മകളാണ്. ജാരിയായ സദഖ എന്ന് പറഞ്ഞ ഒരു മൂച്ചി തൈ വെച്ചാലും മതി. ഉണ്ടായിട്ട്
അയിമ കായുണ്ടായിട്ട് പള്ളിക്കക്ക് അല്ലെങ്കിൽ ഇതിന്റെ റിലീഫില് ഈ സദഖ സഹായ പദ്ധതിയിലേക്ക് അങ്ങനെ തേങ്ങടാൻ വേണ്ടി ആള് വരുന്ന സമയത്ത് വീട്ടിൽ 10 തെങ്ങുണ്ട്. 10 തെങ്ങുമെന്ന് ഇടുമ്പോ പറയണ്ട 9 കൊടുത്തതുള്ളൂ. ഒരു തെങ്ങ് പള്ളിക്കാട്ടോ, ഒരു തെങ്ങ് സദഖ സഹായ പദ്ധതിക്കാട്ടോ, ഒരു തെങ്ങ് മദ്രസക്കാട്ടോ, അത് വേറെ. അതിന്റെ തേങ്ങ ഇങ്ങോട്ട് കൂടരുത്. അതെന്നും ഇങ്ങനെ നിലനിൽക്കുക. നമ്മൾ ചെയ്തു പോയി, നമ്മൾ അവിടെ പോയി കടന്നാലും ആ തെങ്ങുമെന്ന് ഇങ്ങനെ. നിങ്ങളറിയാം, മദീനത്ത് പോയ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടപ്പുളും ഉണ്ട്. എത്ര കൊല്ലായിന്നറിയോ? 1000 വർഷത്തിൽ അപ്പുറമായി. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല മിസ്കീമാരെ ഫണ്ടിലേക്കാണ് അവരുടെ സഹായത്തിന് വേണ്ടി അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന ആ ഫണ്ടിലേക്കാണ് ഹദിയ ചെയ്തത്. ആ ഈത്തപ്പഴമാകട്ടെ പല രാഷ്ട്രങ്ങളിലേക്കും കയറ്റിവിടുക. ആർക്ക് വേണ്ടി? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ പേരിൽ. ബീർ ഉസ്മാൻ എന്നൊരു കിണറുണ്ട് ഇപ്പോഴും ആ തോട്ടത്തില്. ആ കിണറിലെ വെള്ളവും വിതരണം ചെയ്യുന്നു. ആർക്കാ കൂലി? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക്. ഈ ഈത്തപ്പഴം വിറ്റ പൈസ ഉസ്മാൻ തങ്ങളുടെ പേരിലുള്ള ചാരിറ്റി ഫണ്ടിലാണ് നമ്മുടെ മഹലിൽ മുന്നോട്ട് പോകുന്നത്. എന്ന് വെച്ചാൽ ആഖിറത്തില് നിന്റെ മുതല് എവിടെ നിന്ന് സമ്പാദിച്ചു എന്നതിന് മറുപടി പറഞ്ഞാൽ പിന്നെ എന്തിൽ ചെലവഴിച്ചു എന്ന ചോദ്യത്തിന്റെ രണ്ടാമത്തെ ആൻസർ മഹല്ല് പ്രതിനിധികൾ നിങ്ങൾക്ക് ഉണ്ടാക്കി തരികയാണ്. അവന്റെ കണ്ണുനീരൊപ്പി, അവന്റെ വിഷമം തീർത്തിട്ട് അവന്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കാളികളാവുകയാണ്. നിങ്ങൾക്ക് ദുന്യവിയായ ആവശ്യത്തിന്, ആഖിറത്തിന് വേണ്ടി ആ കുട്ടികൾ, പിഞ്ചു മക്കളെ, യതീമുകൾ സഹായിക്കാനും തലോടാനുമില്ലാത്ത ആളുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്നിട്ടല്ല എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പോ ഈ ചെയ്ത സൽക്കർമ്മങ്ങള് നേരത്തെ ആ പ്രിയപ്പെട്ട സഹോദരി ആലോചിച്ചോക്ക്. ചിലപ്പോ ആ പ്രിയപ്പെട്ട സഹോദരി മേടിച്ചപ്പോ 1000-ഓ 2000-ഓ രൂപ പോലും ഉണ്ടാവില്ലേക്കും ആ സ്വർണത്തിന്. ഇന്ന് അത് ഏറ്റവും മൂല്യമുള്ള വലിയൊരു വസ്തുവായിട്ട് പോലും, അതും തന്റെ ഉമ്മയുടെ ഖബറിലേക്ക് അത് കിട്ടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നൽകിയതുപോലെ അതിന്റെ വിലയും മൂല്യവും നോക്കാതെ അത് ലഭിച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഒരു പാവപ്പെട്ടവന്റെ, വിഷമിക്കുന്നവരുടെ, പ്രയാസപ്പെടുന്നവരുടെ പ്രയാസത്തിന് കണ്ണീരൊപ്പാൻ പറ്റുമെങ്കിൽ അതെന്റെ പാരത്രിക മോക്ഷത്തിന് കാരണമാണെന്ന് മനസ്സിലാക്കി എന്റെ പ്രിയപ്പെട്ടവര് സർവാത്മന ഈ പറയുന്ന പരിപാടികളോട് സഹകരിക്കണം. ഇവരൊന്നും അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനല്ല, നമ്മുടെ നന്മയിലാണത് ചേരുന്നത്. ഒരുത്തന്നെ നിങ്ങൾ വീടെടുത്തുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അതിന് സഹായിച്ചവരുടെ മുഴുവനും, ആ സഹായങ്ങൾക്ക് മുഴുവനും പ്രതിഫലം അള്ളാഹു നൽകുന്നത് ഒരു വ്യക്തിയുടെ വീടെടുത്തു കൊടുത്തതിന്റെ പ്രതിഫലമാണ് അതിൽ പങ്കാളികളായ എല്ലാവർക്കും കിട്ടുന്നത്. ഈ രൂപത്തിൽ തന്നെയാണ് ഓരോ സഹായത്തിന്റെയും അർഹിക്കുന്ന പ്രതിഫലം. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കിട്ടി, അതൊക്കെ സ്വീകരിക്കപ്പെട്ട് ഒരു വർഷത്തെ അമലുകൾ ആഖിറ ലോകത്തേക്ക് നമ്മളുടെ നന്മയുടെയും തിന്മയുടെയും ആ ഏടുകൾ, മരണം എന്ന് പറയുന്ന ആ പ്രതിഭാസം നമ്മിലേക്ക് കടന്നു വരുമ്പോ ഇനിയൊരു നന്മയും ചേരാതെ ആ ഏടുകൾ ചുരുട്ടപ്പെടുമ്പോൾ നന്മയുടെ ലിസ്റ്റ് മാത്രമായി തിന്മയുടെ ലിസ്റ്റ് ഇല്ലാതെ ആഖിറ ലോകത്തേക്ക് പോകാൻ നമുക്ക് പറ്റണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, തൗഫീഖ് ചെയ്യട്ടെ. അതിനുവേണ്ടിയാണ് ഉസ്താദുമാര് ക്ഷീണം അതിനുവേണ്ടി നമ്മളോട് ശബ്ദിക്കുന്നതും ഒച്ചടുന്നതും നമ്മളോട് പറഞ്ഞു തരുന്നതും. അള്ളാഹു അതൊക്കെ അവരിൽ നിന്ന് ദീനിൻ ആ പറയുന്നത് കൊണ്ട്, അക്കാരണം കൊണ്ട് ലഭിക്കപ്പെടുമ്പോൾ അവർക്ക് അത്രയും ഒരു പ്രതിഫലം അവരുടെ നന്മയിലേക്ക് ചേരുകയാണ്. അത് മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്റെ ഇൽമു കൊണ്ട് അതേ ചോദ്യം തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയ സമ്പത്തിനെ സംബന്ധിച്ചിടത്തോളം ചോദ്യം തന്നെയാണ്, നീ ഇൽമു കൊണ്ട് എന്താണ് നീ ചെയ്തതെന്ന് ചോദിക്കപ്പെടും. സാമ്പത്തികമായി ചെയ്യാൻ പറയുമ്പോൾ സഹായിച്ചുകൊണ്ട്, ഏതിനാണെങ്കിൽ അവിടെയൊക്കെ സഹായിച്ചുകൊണ്ട് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ മാതൃക നമ്മൾ പിന്തുടർന്നുകൊണ്ട് മുന്നോട്ട് പോവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നല്ല നല്ല അമലുകൾ ചെയ്യാൻ വേണ്ടി പ്രിയപ്പെട്ടവർ തയ്യാറാവുക. കാരണം ആ അമല് നോക്കിയിട്ടേക്കാരം അള്ളാഹു തന്നെ നമ്മുടെ അമൽ സ്വീകരിക്കുന്നത്. അതാണ് നബി പറഞ്ഞത്, ഞാൻ ഷഅബാനിൽ നോമ്പ് നോക്കാൻ ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണ്? എന്റെ അമല് കയറി പോകുമ്പോ ആ അമലിൽ ആദ്യം തന്നെ കാണുന്നത് നോമ്പാവൂലേ, അപ്പൊ അള്ളാഹു മറ്റൊന്ന് നോക്കാൻ ഞങ്ങൾ സ്വീകരിച്ചോളൂ. അത് സ്വീകരിക്കും വിചാരിച്ചിട്ട് ഒരു കുട്ടിയെ ഒരു പരീക്ഷയുടെ ആൻസർ ചെയ്താണെങ്കിലും അതിന്റെ ആദ്യത്തെ 2-3 ചോദ്യങ്ങള് വളരെ വൃത്തിയിലും കൃത്യമായിട്ടും എഴുതിക്കണമെങ്കിൽ ആ കുട്ടി പൂർണ്ണമായിട്ട് എഴുതിയിട്ടുണ്ടാവും വിചാരിച്ചു കണ്ട് ചിലപ്പോ മാർക്ക് ചെയ്യുന്ന ആളുകൾ ചില ഫുള്ള് മാർക്ക് ചെയ്യൂലേ. അല്ലാഹു തആല
അത്തരം രൂപത്തിൽ ഇതിന് തൗഫീഖ് നൽകണമേ തമ്പുരാനെ. ഇവർ ഇതിന്റെ ബന്ധപ്പെട്ട ഭാരവാഹികളും അതിനുവേണ്ടി എന്തൊക്കെ കഠിനാധ്വാനം ചെയ്തുവെങ്കിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ അതൊക്കെയും അള്ളാഹുവെ അർഹിക്കുന്ന രൂപത്തിലുള്ള വിജയം അവർക്കുണ്ടാക്കി തരണമേ തമ്പുരാനെ. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.